ഹായ് പ്രിയപ്പെട്ടവരെ, വാട്സപ്പിൽ ഒരു പുതിയ ഫീച്ചർ വന്ന വിവരം നിങ്ങളിൽ പലരും അറിഞ്ഞു കാണുമെന്നാണ് ഞാൻ കരുതുന്നത്. നിങ്ങൾ അറിഞ്ഞിട്ടില്ലെങ്കിൽ അത് വളരെ ഉപകാരപ്രദമായ ഒരു കാര്യമായതുകൊണ്ട് അറിഞ്ഞിട്ടില്ലാത്തവർക്ക് വേണ്ടിയും അറിഞ്ഞിട്ടും അത് ഉപയോഗപ്പെടുത്താത്തവർക്ക് വേണ്ടിയിട്ടും ആ വിവരം ഒന്ന് പങ്കുവെക്കുകയാണ്. ആ കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ വാട്സപ്പ് നമ്പർ ആരെങ്കിലും ചോദിച്ചാൽ നമ്മൾ സാധാരണയിൽ നമ്മുടെ ആ വാട്സപ്പ് ഉപയോഗിക്കുന്ന ഫോൺ നമ്പർ, പൊതുവായിട്ട് നമ്മുടെ ആ ഒരു ഫോൺ നമ്പറാണ് അയച്ചു കൊടുക്കേണ്ടത്. ആ ഫോൺ നമ്പർ വെച്ചിട്ടാണല്ലോ ആൾക്കാർ നമ്മളെ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യുന്നത്. അപ്പം നമ്മുടെ ഈ ഫോൺ നമ്പർ എല്ലാവർക്കുമായിട്ട് അങ്ങനെ പങ്കുവെക്കേണ്ട ഒരു ആവശ്യമില്ലല്ലോ യഥാർത്ഥത്തിൽ. അതിന് നമ്മളെ സഹായിക്കുന്ന ഒരു പുതിയ ഫീച്ചറാണ് വാട്സപ്പ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. അതായത് ഫോൺ നമ്പറിന് പകരം നമുക്ക് ഒരു യൂസർ നെയിം പുതുതായിട്ട് ഏർപ്പെടുത്താനുള്ളൊരു സംവിധാനം. അത് വളരെ പ്രയോജനപ്രദമാണ്. എന്നുവെച്ചാൽ നമ്മുടെ ഫോൺ നമ്പർ മറ്റുള്ളവർക്കായിട്ട് ഷെയർ ചെയ്യേണ്ട ഒരു സാഹചര്യം അത് ഒഴിവാക്കുന്നുണ്ട്. അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ വാട്സപ്പ് ഇന്നോ നാളെയോ ഒക്കെ ആയിട്ട് തുറക്കുമ്പോൾ ഒരു പുതിയ നോട്ടിഫിക്കേഷൻ വന്നതായിട്ട് കാണും. ഒരു പച്ച നിറത്തിലുള്ള ഒരു നോട്ടിഫിക്കേഷനാണ് വാട്സപ്പിൻ്റെ സ്ക്രീനിൻ്റെ മുകൾ വശത്തായിട്ട് തന്നെ കാണും. അപ്പോൾ അതിലിങ്ങനെ ഈ യുണീക്കായിട്ടുള്ള, എന്ന് വെച്ചാൽ മറ്റൊരാൾക്കും കിട്ടാത്ത ഒരു യൂസർ നെയിം ക്രിയേറ്റ് ചെയ്യുന്ന കാര്യം അതിൽ പറയുന്നുണ്ടായിരിക്കും. അപ്പോൾ നിങ്ങളതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ പുതിയ യൂസർ നെയിം ക്രിയേറ്റ് ചെയ്യാനായിട്ട് ആവശ്യപ്പെടും. അപ്പോൾ നമുക്ക് ചെയ്യാവുന്നത്, നമ്മുടെ പേര് അവിടെ കൊടുത്ത് നോക്കുക. പേര് കൊടുത്ത് നോക്കുമ്പോൾ മിക്കവാറും അത് കിട്ടാൻ സാധ്യത കുറവാണ്. കാരണം വെച്ചാൽ, ഉദാഹരണം പറഞ്ഞാൽ, എൻ്റെ പേര് റെജി ജേക്കബ് എന്നുള്ളത് തന്നെ ഇപ്പോൾ ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് ഇപ്പോൾ അവൈലബിൾ അല്ല എന്ന് കാണിക്കും. ഒന്നുകിൽ റെജി എന്നുള്ള ആ കഴിഞ്ഞിട്ട് ജേക്കബിനിടയ്ക്കുള്ള ഗ്യാപ്പിൽ ഒരു ഹൈഫനോ അങ്ങനെ ഇട്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ അല്ലെങ്കിൽ വീട്ടുപേര് ചേർക്കുക, അങ്ങനെയൊക്കെ ചെയ്യാം. അപ്പോൾ ഞാൻ ചെയ്തത് റെജി ജേക്കബ് കഴിഞ്ഞിട്ട് മാത്തൂർ എന്നും കൂടി ചേർത്തു. അപ്പോൾ അത് അവൈലബിൾ ആയിരുന്നു. അതുകൊണ്ട് റെജി ജേക്കബ് മാത്തൂർ എന്നുള്ളതാണ് ഇനിയിപ്പോൾ ഉള്ള എൻ്റെ വാട്സപ്പിലെ ഒരു യൂസർ നെയിം. അപ്പോൾ ഇനി എന്നെ ആർക്കെങ്കിലും ബന്ധപ്പെടാനായിട്ട് വാട്സപ്പ് നമ്പർ വേണമെന്ന് പറഞ്ഞാൽ വാട്സപ്പ് നമ്പർ കൊടുക്കേണ്ടതില്ല, ഈ യൂസർ നെയിം കൊടുത്താൽ മതിയാകും. നിങ്ങളും അതൊന്ന് ചെയ്ത് നോക്കുക. ആദ്യം നിങ്ങളുടെ പേര് ടൈപ്പ് ചെയ്ത് നോക്കുക. ആ പേര് ടൈപ്പ് ചെയ്ത് നോക്കിയിട്ട് അത് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ പേരിനോട് ഒപ്പം എളുപ്പം ചേർക്കാവുന്ന എന്തെങ്കിലും ഒരു, നമ്മളിപ്പോൾ പണ്ട് ജിമെയിൽ ക്രിയേറ്റ് ചെയ്തപ്പോൾ ചെയ്തതുപോലെ എന്തെങ്കിലുമൊക്കെ അതിൻ്റെ ഒരു സഫിക്സ് ആയിട്ടോ പ്രിഫിക്സ് ആയിട്ടോ ഒക്കെ കൊടുത്തുകൊണ്ട് ഒരു യൂസർ നെയിം ഉടനെ തന്നെ ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഏറ്റവും അനുയോജ്യമായ ഒരു യൂസർ നെയിം കിട്ടാനുള്ള അവസരം നഷ്ടപ്പെടുത്താതെ അത് ചെയ്യുക. ഓക്കെ.